ഹായ് നമസ്കാരം. സ്വദേശ് മെഗാ ക്വിസിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ഗാന്ധിജിയുടെ ജനനം മുതലുള്ള വസ്തുതകൾ ഡീറ്റെയിലായി പഠിക്കാം. ഗാന്ധിജിയുടെ ജനനം മുതൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നന്നായി പഠിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2-നാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. മാതാവ് പുത്ലി ഭായ് ആയിരുന്നു. അദ്ദേഹം തൻ്റെ 14-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിലുടനീളം ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തിയിരുന്നു. ചെറുപ്പകാലം മുതലേ തന്നെ സത്യം, അഹിംസ തുടങ്ങിയ ധാർമ്മിക മൂല്യങ്ങൾ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്ന കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സ്വാധീനിച്ചിരുന്ന 2 നാടകങ്ങളായിരുന്നു ശ്രവണ പിതൃഭക്തി നാടക ഹരിശ്ചന്ദ്ര എന്നിവ. അദ്ദേഹം തൻ്റെ മെട്രിക് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഇംഗ്ലണ്ടിലേക്ക് ഉപരിപഠനത്തിനായി പോയി. ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ് എന്നിവർ. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹം 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ ബാരിസ്റ്റർ പദവി ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. അവിടെ അദ്ദേഹം തൻ്റെ ജോലി ചെയ്തു വരവേ ഒരു നാൾ അദ്ദേഹം ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അതിനകത്തുണ്ടായിരുന്ന വെള്ളക്കാർ അദ്ദേഹത്തിനെ ഒരു വെള്ളക്കാരനല്ലാത്ത ഒരാളും ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്നും ഇറക്കിവിട്ടു. അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ട ആ സ്ഥലമാണ് പീറ്റർ മാരിറ്റ്സ്ബർഗ്. 1893 ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായി മാറ്റുകയുണ്ടായി. അദ്ദേഹം ഈ സമയത്ത് ഏകദേശം 1899 മുതൽ 1902 വരെ ദക്ഷിണാഫ്രിക്കയിൽ ബൂവർ യുദ്ധം ഉണ്ടായി. ഈ സമയത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചുകൊണ്ട് ആംബുലൻസ് സേനയെ രൂപീകരിക്കുകയും മുറിവേറ്റവരെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്ന ജോലി ഏറ്റെടുക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ ഈ സേവനത്തെ മാനിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് കൈസർ ഇ ഹിന്ദ് പദവി നൽകി. എന്നാൽ പിന്നീട് അദ്ദേഹം കൈസർ ഇ ഹിന്ദ് പദവി അദ്ദേഹം തിരിച്ചു നൽകുകയുണ്ടായി. അത് നമുക്കറിയാം, ജാലിയൻ വാലാബാഗ് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. 1899 മുതൽ 1902 വരെ നടന്ന 2-ാം ബൂവർ യുദ്ധത്തിലാണ് ഗാന്ധിജി ആംബുലൻസ് സേന രൂപീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ യുദ്ധത്തിൽ സഹായിച്ചത്. അതിനുശേഷം 1894 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ നേറ്റാൾ എന്ന സ്ഥലത്ത് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ജനത നേരിടുന്ന വർണ്ണവിവേചനത്തിനും അവകാശ നിഷേധത്തിനുമെതിരെ പോരാടുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ഈ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചത്. അതിനുശേഷം 1904 അദ്ദേഹം ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ഡർബനിൽ സ്ഥാപിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 1910 അദ്ദേഹം ജോഹന്നാസ്ബർഗ് എന്ന സ്ഥലത്ത് ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾക്കിടയിൽ സ്തുത്യർഹമായ തൻ്റെ 21 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം 1915 ഇന്ത്യയിലേക്ക് മടങ്ങി. 1915 ജനുവരി 9 അദ്ദേഹം മുംബൈ തുറമുഖത്ത് കപ്പലിറങ്ങി. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നു. 2003 മുതലാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായി നാം ആചരിച്ച് തുടങ്ങിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി നൽകിയ മഹത്തായ സംഭാവനകളും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളും ഉൾപ്പെട്ട വീഡിയോയുമായി ഉടനെ എത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.
നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും കിട്ടുമ്പോഴാണ് നിങ്ങൾക്കിത് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക്